Hey Jans. Hey Jans. Hey Jans. Welcome to ഇവളുടെ ചാനൽ. വെൽക്കം ടു എന്റെ ചാനൽ. പറഞ്ഞോ. അപ്പം എന്താ പറയണം? കൃഷ്ണ ഒരു ട്രിപ്പിന് പോകാൻ വേണ്ടി പോവാണ്. ഞാനൊരു ക്യാമ്പിന് പോവാണ്. തിരുവനന്തപുരത്ത്. എന്തിന്? ക്യാമ്പിന് പോകുന്നു. എന്തിന്റെ ക്യാമ്പ്? എൻസിസിയുടെ ക്യാമ്പ്. പറ. അപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് വ്ളോഗും 12 ദിവസത്തേക്ക് ഇനി കൃഷ്ണ യൂട്യൂബിൽ ഒട്ടും ആക്റ്റീവ് ആയിരിക്കത്തില്ല. അത് പറയാൻ വേണ്ടിയാണ് അപ്പം ഇപ്പൊ ഈ വ്ളോഗ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ നമ്മളെവിടെ പോകുന്നു? നമ്മൾ ക്യാമ്പിൽ പോകുന്നു. എൻസിസിയുടെ ക്യാമ്പിൽ പോകുന്നു തിരുവനന്തപുരത്ത്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താന്ന് പറ. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബാഗ് പാക്ക് ചെയ്യുന്നതായിട്ടാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പൊ ഇതാരാന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഇതാണ് സ്വാതി കൃഷ്ണയുടെ കോളേജില് കൃഷ്ണയുടെ ഫ്രണ്ട് ആണ്. ഇതിന് മുന്നത്തെ പല വ്ളോഗിലും കാണാം. എന്റെ 2 വ്ളോഗിൽ സ്വാതി ഹെയർ കട്ടും ഉണ്ട്, പിന്നെ മറ്റേ ഓണം ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പോയി ബാഗ് പാക്ക് ചെയ്തോളൂ. നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ബൈ. അപ്പോൾ നമ്മളിത് ബാഗ് പാക്ക് ചെയ്യുന്നതിനോടനുബന്ധിച്ച് ആദ്യം തന്നെ നമ്മുടെ യൂണിഫോം, NCCയുടെ യൂണിഫോം തേച്ച് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയാണ് എനിക്കിത് ഇപ്പോൾ യൂണിഫോം തേച്ച് തരുന്നത്. അക്ക വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സ്വാതി. നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഇന്നലെ അക്ക ഇട്ട വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്ത് സ്വാതിയുണ്ട്, ഈ വീഡിയോയ്ക്കകത്ത് സ്വാതിയുണ്ട്. സോ ആ ഒരു വീഡിയോ നമ്മൾ സൈഡിൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ തേച്ചു. പിന്നെ NCCയുടെ അടുത്ത യൂണിഫോം തേച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തോട്ട് ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പോയി. അതെന്തുവാ? എന്നോട് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ക്യാമ്പിൽ പോകുമ്പോൾ സൺസ്ക്രീൻ ഉണ്ടോ എന്ന്. ഇതാണ് എന്റെ സൺസ്ക്രീൻ. ഞാനൊരു അൺബോക്സിങ് ഷോർട്സ് ഇട്ടേക്കാം. അതിനുവേണ്ടി പൊട്ടിക്കാതെ വെച്ചേക്കോ. അമ്മ ആ പച്ച ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാവോ? അതിട്ടെ നല്ല രസമുണ്ട്. ഒരു പ്രേതപ്പടത്തിന് സെറ്റ് ഇട്ട ലുക്ക് ഉണ്ട്. ഐ ലൈക്ക് ദാറ്റ്. ഈ ലൈറ്റ് ഇപ്പൊ നമ്മൾ ഓൺ ചെയ്തിരിക്കുന്നത് അതെന്തിനാ? മിനി ബാഗ് ഫോണൊക്കെ വെക്കാനോ? ഈ ക്യാമ്പിൽ ഫോൺ അലൗഡ് ആണോ? ക്യാമ്പിൽ ഫോൺ കൊണ്ടുപോകാം. നമ്മുടെ ഇതിന് മുന്നേ ഇതിന്റെ 3ാമത്തെ ക്യാമ്പാ. 2 ക്യാമ്പിൽ ഫോൺ എടുത്തിട്ടില്ല. ബൈ ദ വേ, നിന്നെ പറ്റിയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. NCCയുടെ എത്രാമത്തെ ക്യാമ്പാണ്, എന്ത് ക്യാമ്പാണ്, ഇതിന് പോയി കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ് എന്താണ്? പ്ലീസ് ഇൻട്രൊഡ്യൂസ് ദാറ്റ്. ഞാനിപ്പോ NCCയുടെ ക്യാമ്പിന് പോകാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ SD കോളേജിലാണ് പഠിക്കുന്നത്. അപ്പം ഇതെന്റെ NCCയുടെ 3ാമത്തെ ക്യാമ്പാണ്. ആദ്യത്തെ 2 ക്യാമ്പ്? ആദ്യത്തെ 2 ATC, അത് ആലപ്പുഴ വെച്ച് തന്നെയായിരുന്നു. ഇത് ആർമി അറ്റാച്ച്മെന്റ്. എത്ര പേരുണ്ട് നിങ്ങളുടെ കോളേജിൽ നിന്ന്? എന്റെ കോളേജിൽ നിന്ന് 7 പേര്. 7 പേരേ ഉള്ള? അല്ല, മറ്റേ ആലപ്പുഴ വെച്ച് നടത്തിയ ക്യാമ്പിലൊക്കെ 10-200 പിള്ളേരുണ്ടായിരുന്നു. സോ നിനക്ക് സ്പെഷ്യൽ സെലക്ഷൻ കിട്ടിയതാണോ? അങ്ങനെയും പറയാം. സോ കൺഗ്രാറ്റ്സ്. എന്തുകൊണ്ടാണ് നിന്നെ അവർ സ്പെഷ്യൽ ആയിട്ട് സെലക്ട് ചെയ്തത്? നിന്റെ അക്കാഡമിക് സ്കില്ല് അല്ലെ NCC സ്കില്ല് മികവൊക്കെ കണ്ടിട്ടാണോ? അപ്പോൾ ഓക്കെ ജാൻസ്, ഇവിടെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ എളിമയുടെ ഭാഗമായിട്ടാണ് ഒന്നും തുറന്ന് പറയാത്തത്. കാരണം കുറച്ച് ക്യാമറ ഷൈ ഉണ്ട് ഇവക്ക്. ഇവൾ NCCയിൽ എന്തോ വലിയ സംഭവമാണ്. അപ്പം നമുക്ക് ബാക്ക് പാക്കിംഗ് തുടങ്ങാം. അപ്പം ഇത് ട്രിവാൻഡ്രത്ത് എവിടെയാ സ്ഥലം? ഇതിനു മുന്നേ പോയിട്ടുണ്ടോ അവിടെ? ഇത് എന്തുവാ, മിലിറ്ററി ക്യാമ്പ്. ഈ ട്രിവാൻഡ്രം തിരുമലയിൽ ഞാൻ മറ്റേ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാങ്ങോട് അത് തന്നെ. അതിന്റെ വാദിക്കാൻ മറ്റേ പട്ടാളക്കാരൊക്കെ ഇങ്ങനെ മറ്റേ ഗണ്ണും പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. എന്റെ മോനെ, ഫോൺ കൊണ്ടുപോകാൻ പറ്റും ഈ പ്രാവശ്യം? ഫോൺ കൊണ്ടുപോകാം. അതെന്താ ഈ പ്രാവശ്യം ഫോൺ കയറ്റുന്നത്? അതിപ്പോ നമ്മുടെ ബറ്റാലിയനിൽ വരുന്ന ക്യാമ്പിൽ നമുക്ക് ഫോൺ പറ്റത്തില്ല. ഞങ്ങൾ 11K ഞങ്ങള് 11K ബറ്റാലിയനാണ്. എനിക്ക് യൂട്യൂബിൽ 10K ഉണ്ട് ഫോളോവേഴ്സ്. അപ്പൊ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ എന്തായാലും നിന്റെ പാക്കിംഗ് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകല്. നിന്റെ പഴയ ക്യാമ്പിൽ സ്നാക്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഓർക്കുന്നുണ്ടോ ഞാൻ ആലപ്പുഴ വെച്ച് ക്യാമ്പ് നടത്തിയപ്പം സ്നാക്സ് ഉണ്ടെന്നപ്പം അവരകത്തോട്ട് കയറ്റിയില്ല. 2ാമത്തെ ക്യാമ്പിൽ ഞങ്ങള് കൊണ്ടുപോയി. നമ്മൾ വിചാരിച്ചു കൊണ്ടുപോകാന്ന്. കാരണം ഫസ്റ്റ് ക്യാമ്പ് കുറെ പേര് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവര് നമ്മളെ കൊണ്ട് ക്യാമ്പ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാം പൊട്ടിച്ച് കഴിപ്പിച്ചിട്ടാണ് ഒന്നും കഴിക്കാനല്ലേ കളയാം. കഴിച്ചു കഴിച്ച് മനുഷ്യനെ മത്തടിച്ചു. ബിസ്ക്കറ്റ് കഴിക്കും, മുറുക്ക് കഴിക്കും. ബിസ്ക്കറ്റ് കോമഡിയാണല്ലോ നിങ്ങളുടെ ക്യാമ്പ്. ഈ പറയുന്ന പാങ്ങോട് ട്രിവാൻഡ്രത്തുള്ള ആർമി ക്യാമ്പ് സ്ഥലമില്ല. അതൊരു ഭയങ്കര വലിയ സ്ഥലമാണത്. അതിനകത്തൊക്കെ കുറെ ഏരിയാസ് ഉണ്ട് മാർച്ച് ചെയ്യാനായിട്ടും. അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. സ്കൂള് പോലെ അല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടത്. ഞാൻ അതിന്റെ അപ്പുറത്തേട്ടാ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, അത് സ്കൂളല്ല, സ്കൂള് പോലെ അല്ല. ഒരു ആർമി ക്വാർട്ടേഴ്സ്, ആർമി ക്യാമ്പ്, അതേപോലത്തെ ഒരു സംഭവം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബാക്ക് പാക്കിംഗ് വീഡിയോ. തുടങ്ങ്. ഷാൾ ഇടണോന്ന് കമ്പൽസറി ഉണ്ടോ ഈ ക്യാമ്പില്? ഷാൾ ഇട്ടില്ലെങ്കിലോ? എടി, അപ്പൊ നിങ്ങൾ യൂണിഫോം ഇട്ടിട്ട് അതിന് വേണ്ടി ഷാൾ ഇടുവോ? നമ്മള് മറ്റേ ക്യാമ്പിന് പോകുമ്പോ, സാധാ ക്യാമ്പിന് പോകുമ്പോ നമ്മള് മാക്സിമം ഞങ്ങളുടെ ബറ്റാലിയൻ ചുരിദാറാണ് പറയുന്നത്. ചുരിദാർ ഇടുവാണ്, ഷാൾ ഇടണം. അതെന്തിനാ അങ്ങനെ പറയുന്നത്? ശരി, എടുത്ത് വെക്ക്. അമ്മ ഒന്നൊന്ന് വെച്ചോ. അമ്മയും കൃഷ്ണനെ ഹെൽപ്പ് ചെയ്യാൻ പോവാണോ ബാക്ക് പാക്കിങ്ങില്? അമ്മ ഒരു ഹായ് കൊടുക്കോ? കൃഷ്ണാസ് വ്ളോഗ്, കൃഷ്ണാസ് സായി.
എനിക്ക് എവിടെ യാത്ര പോവുകയാണെങ്കിലും എൻ്റെ ബാഗ് അമ്മ തന്നെ പാക്ക് ചെയ്ത് തരണം. കാരണം ഞാൻ പാക്ക് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ 2 ബാഗൊന്നും പോരാ, ഞാൻ ഒരു 5 ബാഗെങ്കിലും മിനിമം എടുക്കും. ഇതിപ്പോൾ ഞാൻ 2 ബാഗെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പം തന്നെ 4 ബാഗായി, അത് വേറെ സത്യം. പക്ഷേ എനിക്ക് അമ്മ തന്നെ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് തരണം. ഞാൻ എപ്പോഴും ക്യാബിന് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും കൊണ്ടുപോകുന്ന ബാഗിൻ്റെ കൂടെ ഒരു 3-4 കിറ്റിനകത്തും കൂടെ ബാക്കി തുണി ഇട്ടിട്ടാണ് വരുന്നത്. പക്ഷെ അമ്മ ബാഗ് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് എനിക്കെല്ലാം അതിനകത്ത് കൊണ്ടിരിക്കും. അപ്പോൾ അഞ്ഞിലേക്കാണ് എൻ്റെ ഈ ഫുൾ വ്ലോഗ് എനിക്കിപ്പോൾ എടുത്തു തരുന്നത്. അപ്പോൾ ഈ സീനൊന്നും ഞാൻ സത്യത്തിൽ എടുത്തപ്പോൾ കണ്ടില്ല കേട്ടോ. ഇതൊക്കെ ഏതോ സിനിമാറ്റിക് ആംഗിളിൽ നിന്നാണ് എടുത്തത്. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കാണുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ആദ്യം ബുക്കിൽ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് 2 ദിവസം മുന്നെങ്കിലും എഴുതി വെക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇപ്പം ഞാൻ അതൊക്കെ നോക്കി വായിച്ചിട്ടാണ് ഇതൊക്കെ സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നത്. അപ്പം എടുത്ത സാധനങ്ങൾ അപ്പം തന്നെ വെട്ടി മാറ്റുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ കിടന്ന് ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. കാരണം അഞ്ഞിലേക്ക് പണ്ട് ഇങ്ങനെ എന്തെങ്കിലും കോമഡി പറഞ്ഞിട്ടൊക്കെ ഇരുന്നിരിക്കും. പിന്നെ അത് കാണുമ്പോൾ നമുക്കും ചിരി വരും. ഇത് സൈഡിൽ നമ്മളൊക്കെ വെള്ളവും എവിടെയെങ്കിലും നീ വോയിസ് കളയല്ലേ? പലതും ഞാൻ കളഞ്ഞു, അതാണ് ഇപ്പൊ ഇത് കളയുന്നത്. ജഡ്സ് കേൾക്കാത്തവർക്ക് വേണ്ടിട്ട് നമ്മളോട് പറഞ്ഞുതരാം. അമ്മ പറയുമ്പോ പെട്ടെന്ന് എടുക്കാണ്ടുള്ള എളുപ്പത്തിന് സൈഡില് ഇന്നർ വേസ് കുത്തി വെച്ചോളാം. അപ്പൊ അവള് കൊടയും വാട്ടർ ബോട്ടിൽ അവിടെ വയ്ക്കും ബാഗിനകത്താ. എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഇവിടുന്ന് കൊണ്ടുപോകുന്ന എല്ലാ ഡ്രസ്സും ഇവിടെ തിരിച്ചെത്തണം. വേണ്ട ജാൻസ് ആ സീൻ എടുത്ത സമയത്ത് ക്യാമറ ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഒന്നും കൂടെ ബാഗിനകത്ത് കയറ്റി വെച്ചിട്ട് ഒന്നുകൂടെ കുടഞ്ഞിടുന്നു. എടി ഇതിനകത്തൊന്നും ഒരു ബുഷ് എനിക്ക് തന്നിട്ട് എനിക്ക് ബുഷ് തീർന്നിരിക്കുവോ? എടുത്തു. ഞാൻ എവിടെ പോയാലും കോളേജിൽ പോയാലാണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ച് മിഠായികൾ ഇങ്ങനെ കാണും. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചില ടേസ്റ്റും സ്മെല്ലും ഒന്നും പിടിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ഞാൻ കൈ കരുതുന്നത്. ജാൻസ്, അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ അഞ്ഞിലേക്ക് ചില സമയത്ത് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുമെന്ന്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തിനാ ചിരിച്ചതെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ എക്സ്പ്രഷനിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്താണ് നമ്മുടെ മെയിൻ ഐറ്റം, അതായത് സ്നാക്സ് ഇല്ലാണ്ട് എന്ത് ജീവിതം. അവിടെ ഫുൾ ടൈം നമുക്ക് ഒരുപാട് ഫുഡൊക്കെ കിട്ടും കേട്ടോ, പക്ഷെ ഭയങ്കര ഹെൽത്തി ഫുഡ്സൊക്കെ ആയിരിക്കും. അപ്പം രാത്രി 2 മണി സമയമൊക്കെ ആകുമ്പോൾ എനിക്കൊരു വിശപ്പുണ്ട്. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് ബിസ്ക്കറ്റും മുറുക്കും എല്ലാം ഞാൻ പാക്ക് ചെയ്തെടുത്തത്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ എടുക്കുന്നത്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടല്ലോ, അവർക്കും കൂടെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫാഷൻ പരേഡിനല്ല പോകുന്നത്, എങ്കിൽ കൂടെ അവിടെ ചില ദിവസങ്ങളിൽ രാത്രി ഇവന്റ്സ് ഒക്കെ കാണും. അപ്പം അതിനൊരുങ്ങാൻ വേണ്ടിയിട്ടാണത്. പിന്നെ എൻ്റെ നെറ്റ്, ഹെയർ, പിന്നെ ബുഷ്, വാച്ച്, അങ്ങനത്തുള്ള ബേസിക് കാര്യങ്ങൾ, നമ്മൾ മുടി കെട്ടേണ്ടതായ രീതി ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇതാണ് എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ അതേ അമ്മ എൻ്റെ റാങ്കും കാര്യങ്ങളൊക്കെ യൂണിഫോമിൽ കുത്തിത്തരുവാണ്. ഈ യൂണിഫോം ഞാൻ വെച്ചിട്ടില്ല, കാരണം ഏറ്റവും മുകളിൽ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഈ വെള്ള പുതപ്പെടുക്കാനാണ് പ്ലാൻ ചെയ്തത്, ഒരു കമ്പിളി പുതപ്പ്. അപ്പോൾ നല്ല സുഖമായിരിക്കും. ഇതെനിക്ക് നിലത്ത് വിരിച്ച് കിടക്കാനാണ് ആക്ച്വലി. അപ്പം നിലത്ത് വിരിക്കാനാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഈ വെള്ളം അഴുക്കാവും എന്നഞ്ഞിലേക്ക് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ വേറെ ഒരു പിങ്ക് പുതപ്പെടുത്തു. അതുകൊണ്ട് നമ്മൾ ആ വെള്ളം അങ്ങ് മാറ്റി. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഫോണൊക്കെ കൊണ്ടുപോകാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഈ ഹെഡ്സെറ്റും കൂടെ എടുത്തേക്കാം, ഇരിക്കട്ടെ. പിന്നെ ഞാൻ ബൂട്ട് പോളിഷ് ചെയ്തായിരുന്നു. അപ്പം ഡ്രസ്സിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബൂട്ട് ഒരു കിറ്റിൽ വിറ്റിട്ട് ഒരു അല്ലാത്തൊരു സാധാ ചെരുപ്പും കൂടി ഒരു കിറ്റിൽ വെച്ചിട്ട് അതിൻ്റെ ബാഗിൽ വെക്കുവാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, എൻ്റെ ഫൈനൽ പാക്കിംഗ് ആയി. പിന്നെ ഞാൻ കുറച്ച് പ്ലേറ്റും സ്പൂണും ഗ്ലാസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടെ എടുത്ത് വെച്ചിരുന്നു. കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ പ്ലേറ്റൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഞാൻ 2 ബാഗിൽ നിർത്തണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇപ്പം തന്നെ 4 ബാഗായി. അപ്പോൾ ഇതേ നല്ല ലേറ്റായി, അതുകൊണ്ട് ഞാൻ കിടക്കാൻ തീരുമാനിച്ചു. ബാക്കി വീഡിയോ ഞാൻ നാളെ ഷൂട്ട് ചെയ്യാം. ബൈ ജാൻസ്. കൃഷ്ണ, സോ ബൈ, ഹാപ്പി ജേണി. 12 ദിവസം കഴിയുമ്പോൾ കാണാം. എന്തുവാടി ചാർജർ എടുത്തിട്ടുണ്ടോ? സമയേ പെട്ടെന്ന് ഇറങ്ങ്. 5 ഇപ്പൊ തന്നെ മണി. എത്ര മണി? നല്ല വെയിറ്റ് ഉണ്ടല്ലോ ഈ സാധനത്തിന്. വാ 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 വാ. കാറിലാണോ പോകുന്നത്? കൃഷ്ണ വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ടോ?
വാ 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 ഒന്ന് കയറിക്ക്. ഞാനിവിടെ അടയ്ക്കുവാണേ ബാക്ക് ഡോറ്. പക്ഷെ ബാക്ക് ഡോർ അടഞ്ഞിട്ടുണ്ടോന്നൊന്ന് നോക്കാം. നീ ബാക്കിലാണോ ഇരിക്കുന്നത്? ഫോണ് നീ ഫ്രണ്ട് ഇരിക്കത്തെന്താ? വെള്ളം കുപ്പി ചാർജർ എടുത്തോ? ബൈ, സി യു. ഇടയ്ക്ക് ഞാൻ ടി വിയും വരുവാണെങ്കിൽ കാണാം. ബൈ.